ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. സീതാഫലത്യാഗത്തിൻ്റെ കഥയാണ് ഇവിടെ ഞാൻ ഇന്ന് വിവരിക്കാൻ പോകുന്നത്. ശ്രീരാമസ്വാമി, രാമചന്ദ്ര പ്രഭു സീതാദേവി മറ്റുള്ളവരുടെ ഒരു കുതന്ത്രബുദ്ധികളുടെ വാക്കുകാരണം സീതയെ ഉപേക്ഷിക്കേണ്ടതായ ഒരു കാലം വരുന്നു. സീതയെ ഭഗവാൻ വാൽമീകി ആശ്രമ സമയത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു. സീത തെറ്റുകാരിയല്ല എന്ന് ശ്രീരാമസ്വാമിക്ക് അറിയാം. പക്ഷേ എങ്കിലും രാജധർമ്മത്തെ ഭയന്ന് രാജധർമ്മത്തെ പാലിക്കണമെന്ന വിശ്വാസത്തോടുകൂടി പ്രജകളുടെ ഇച്ഛാനുസരണത്തിന് വേണ്ടി അദ്ദേഹം സീതയെ ഉപേക്ഷിക്കാൻ ബാധ്യസ്ഥനാകുന്നു. അദ്ദേഹം സീതയെ ഉപേക്ഷിക്കുന്നു. വാൽമീകി ആശ്രമത്തിൽ സീത 2 കുട്ടികൾക്ക് ജന്മം നൽകുന്നു. ലവ കുശന്മ. എല്ലാവർക്കും ഈ കഥ അറിയുന്നതായിരിക്കും. എങ്കിൽ കൂടി ഇതിവിടെ വിവരിക്കുന്നു. അങ്ങനെ വാൽമീകി ആശ്രമത്തിൽ ലവകുശന്മാർ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. സീതാദേവി വാൽമീകിയും കൂടി രാമകഥ ഈ കുട്ടികളെ നല്ലവണ്ണം പഠിപ്പിക്കുന്നു. രാമകഥ വളരെയധികം പ്രാവശ്യം ആ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുന്നു. ആ കുട്ടികൾ അതനുസരിക്കുന്നു. ഭഗവത് നാമത്തിന് നന്നായിട്ട് അവരെ ഈശ്വര കടാക്ഷം കൊണ്ട് ശ്രീരാമസ്വാമിയുടെ കഥ വളരെ നന്നായിട്ട് അവരെ പാടി നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ശ്രീരാമസ്വാമി യാഗം നടത്താനായി കുതിരയെ വിട്ടയക്കുന്ന സമയത്ത് ആ കുതിരയെ ലവകുശന്മാർ പിടിച്ച് കെട്ടുന്നു. അങ്ങനെയൊക്കെ എല്ലാം സംഭവിക്കുന്നു. ആ സമയത്ത് അങ്ങനെ ഇരിക്കെ ലവകുശന്മാർ പാടിയതായുള്ള ഈ ലവകുശന്മാർ ശ്രീരാമകഥ പാടി എല്ലാ സ്ഥലങ്ങളും നടക്കുന്നു. ഭഗവാന്റെ കഥ വളരെ സന്തോഷത്തോടുകൂടി വളരെ അധികം ഭക്തിയോടുകൂടി പാടി നടക്കുകയാണ്. അങ്ങനെ അവർ ശ്രീരാമ സന്നിധിയിലും എത്തിച്ചേരുന്നു. ശ്രീരാമനാണ് തൻ്റെ പിതാവെന്നോ ഒന്നും ഈ കുട്ടികൾക്ക് അറിയുന്നില്ല. സീതയെ പറ്റിയിട്ട് അങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്തിട്ടും ഇല്ല. അങ്ങനെ ആ സന്നിധിയിൽ എത്തിയിട്ട് ശ്രീരാമസ്വാമി ഈ കുട്ടികളെ കാണുന്നു. വളരെ സന്തോഷനാകുന്നു. അദ്ദേഹം വളരെയധികം സ്വർണ്ണനാണയങ്ങൾ ഈ കുട്ടികൾക്ക് ഉപഹാരമായി കൊടുക്കാൻ ഭഗവാൻ മന്ത്രികളോട് പറയുന്നു. അവരത് കൊടുക്കാൻ ചെന്നപ്പോൾ ഇല്ല, ഞങ്ങളിത് വാങ്ങരുത് എന്നാണ് ഞങ്ങളുടെ രക്ഷിതാക്കൾ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വാങ്ങാൻ ഞങ്ങൾക്ക് ഒരിക്കലും അർഹതയില്ല എന്ന് കുട്ടികൾ പറയുന്നു. ഭഗവാൻ ചോദിക്കുന്നു, ആരാണ് നിങ്ങളെ വളർത്തിയത്? ആരാണ് നിങ്ങളുടെ രക്ഷിതാക്കൾ എന്നെല്ലാം ചോദിക്കുന്നു. വാൽമീകി മഹർഷിയാണ് ഞങ്ങളുടെ. ആരാണ് നിങ്ങളുടെ അമ്മ എന്ന് ചോദിക്കുന്നു. സീതയാണ് ഞങ്ങളുടെ അമ്മ എന്ന് ഈ കുട്ടികൾ വളരെ ഗദ്ഗതത്തോടുകൂടി അമ്മയുടെ പേര് ഭഗവാനെ അറിയിപ്പിക്കുന്നു. ഭഗവാൻ ഇത് കേട്ട് ആശ്ചര്യപ്പെടുന്നു. ഇത്രയും നന്നായി രാമകഥ, എൻ്റെ കഥ, എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചത് സീതാദേവിയാണ്, വാൽമീകി മഹർഷിയാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്നിട്ട് സീതാദേവി വീണ്ടും സ്വീകരിക്കാൻ ഒന്നുകൂടി അഗ്നിപ്രവേശം ചെയ്യുകയാണ്. എന്നിട്ട് ലോകരെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ സീതാദേവിയെ സ്വീകരിക്കാനായിട്ട് ശ്രീരാമൻ ഒരുങ്ങുന്നു. ആ സമയത്ത് അതിനായി ആവശ്യപ്പെടുമ്പോൾ സീതാദേവി പറയുന്നു, ഞാൻ ഇത്രയും പതിവ്രതയാണ്, അങ്ങേക്ക് എന്നെ അറിയുന്ന ഒന്നാണ്. അങ്ങ് അറിഞ്ഞുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചത്. അതുകൊണ്ട് സീതയ്ക്കറിയാം ഭഗവാൻ ഉപേക്ഷിച്ചില്ല. ഭഗവാൻ ഉപേക്ഷിച്ചല്ല, രാജധർമ്മത്തിനനുസരിച്ചിട്ടാണ് എന്നെ ഉപേക്ഷിച്ചതെല്ലാം സീതയ്ക്കറിയാം. എങ്കിൽ കൂടി ഇനി ഈ സമയത്ത് അങ്ങയോടൊപ്പം വരാൻ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ദേഹത്യാഗം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഭൂമിദേവിയായ അമ്മയോട് എന്നെ സ്വീകരിക്കണമേ എന്ന് സീതാദേവി ഭൂമിയോട് ആവശ്യപ്പെടുന്നു. ഭൂമി പെടുന്നു. സീതാദേവി അതിൽ അന്തർധാനം ചെയ്യുന്നു. അങ്ങനെ ഈ കുട്ടികളെ വീണ്ടും ഭഗവാൻ വളരെ സന്തോഷത്തോടുകൂടി ആ കുട്ടികളെ സ്വീകരിക്കുന്നു എന്നും തൻ്റെ മക്കളായി കണക്കാക്കി വളരെ സന്തോഷത്തോടെ നടത്തുന്നു എന്നും എല്ലാവിധ കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാ ആയുധവിദ്യയും എല്ലാ കാര്യങ്ങളും അഭ്യസിപ്പിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഭഗവാൻ തൻ്റെ ദേഹവിയോഗ കാലത്ത് ഈ കുട്ടികൾക്ക് രാജ്യത്തെ കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹം ദേഹത്യാഗം ചെയ്യുന്നു. സദൈവ നദിയിലിറങ്ങി അദ്ദേഹം ദേഹത്യാഗം ചെയ്യുന്നു. ആ സമയത്ത് അദ്ദേഹം
മറ്റുള്ള പ്രജകളോട് ചോദിക്കുന്നു, എൻ്റെ ഒപ്പം പോരാൻ ആഗ്രഹിക്കുന്നവർ ആരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം പോരാം. ലക്ഷ്മണനും ഭരതനും എല്ലാം ഞങ്ങളുടെ ഒപ്പം പോരാൻ തയ്യാറാണെന്ന് പറയുന്നു. ആരൊക്കെയാണ് എല്ലാ പ്രജകളും ആരൊക്കെയാണ് എൻ്റെ ഒപ്പം വരാൻ തൃപ്തിപ്പെടുന്നത്, എന്നെ വിശ്വസിക്കുന്നത്, എൻ്റെ ഭക്തന്മാർ ആരൊക്കെയാണ് എന്ന് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയവർക്ക് എല്ലാവർക്കും എൻ്റെ ഒപ്പം വരാമെന്നാണ് എന്നത് പറയുന്നു. എല്ലാവരും കൂടി സരയൂ തീർത്ഥത്തിൽ ഇറങ്ങുന്നു. സരയൂ തീർത്ഥത്തിൽ ഇറങ്ങി സരയുവിൽ ദേഹത്യാഗം ചെയ്യുന്നു. ഇതാണ് സീതാപരിത്യാഗ കഥ. ശ്രീരാമകഥ വളരെയധികം ഉത്കർഷത്തോടുകൂടി ലവകുശന്മാർ പാടി നടക്കുന്നു. ആ രാമകഥ ഇന്നും ജനങ്ങൾ ഭക്തിയോടെ ഭജിക്കുന്നുണ്ട്. ഈ കർക്കിടക മാസത്തിൽ ഒരു മാസത്തിൽ എന്നുള്ള അർത്ഥം അതിന് വരുന്നില്ല. രാമകഥ എല്ലാ കാലത്തും എല്ലാ സമയത്തും ഭക്തന്മാർക്ക് ജപിക്കാവുന്നതാണ് എന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. കർക്കിടക മാസം മാത്രമല്ല, രാമകഥ എപ്പോഴും മനസ്സിലാക്കാവുന്നതാണ്. ഇതിന് ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. അഗസ്ത്യമുനി ഭഗവാൻ ശ്രീരാമസ്വാമി കാണുന്നു. ആ ശ്രീരാമസ്വാമി പറയുന്നു അഗസ്ത്യമുനിയുടെ, മഹാമുനി, അങ്ങേയും ഞാൻ സന്തുഷ്ടനാണ്, എന്ത് വരം വേണമെങ്കിലും അങ്ങക്ക് എന്നോട് ചോദിക്കാം എന്ന് ചോദിക്കുന്നു. ഞാൻ പറയുന്നത് ഫ്രണ്ട്സിൻ്റെ ഒരു വരവും എനിക്ക് വേണ്ട ഭഗവാനെ, ഒരു കാര്യം മാത്രം അങ്ങനെ ചെയ്തു തന്നാൽ മതി. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേയിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്ന് വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസ്സി ഭവദ്രൂപം തോന്നണം തയാമുതേ എന്ന ഒരു കാര്യം ആണ് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഏത് കാലത്തും രാമകഥ നിലനിൽക്കുമെന്നും ഏത് കാലത്തും രാമകഥ ചൊല്ലാമെന്നും അതിന് സമയമോ കാലമോ ഒന്നും ബാധകമല്ല എന്നും ഭക്തജനങ്ങൾ മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു. ഹരേ രാമ ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ ശരണം.